ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ഞാൻ കമറുദ്ദീൻ ബി എ ഗ്രൂപ്പ് ബൺപത്തരക്ക കാസർഗോഡാണ്. പിന്നെ നമുക്ക് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. നിസ്സാര വിലക്ക്, ഏറ്റവും ലോ ബഡ്ജറ്റിലായിട്ട് ഒരു നിസ്സാര വിലക്കാണ് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. 18 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ തന്നെ വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് റബ്ബർ തോട്ടം. ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്ട് ബദിയടുക്ക കന്നിപ്പാടിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ മാത്രം ചുറ്റളവിലായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പോസ്റ്റ് നമ്പർ 395 ആണ്. അതുപോലെ തന്നെ ബദിയടുക്ക ടൗണിൽ നിന്ന് ഇവിടത്തേക്ക് വെറും 24 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടാർ റോഡ് സൈഡാണ്. എന്താ കാണുന്നുണ്ടല്ലോ, റബ്ബർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് ടാർ റോഡ് സൈഡാണ്. അതുപോലെ തന്നെ റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും സ്ഥലമുണ്ട്. സെൻട്രലിലൂടെയാണ് റോഡ് പോകുന്നത്. പഞ്ചായത്ത് റോഡാണ്. പിന്നെ ഇങ്ങനെയാണ് സ്ഥലം വരുന്നത്. മറ്റു ഡീറ്റെയിൽസൊക്കെ ഇതിൽ ടൈപ്പിലൂടെയും കൊടുത്തിട്ടുണ്ട്. സ്ഥലം ഇങ്ങനെ വരും. പിന്നെ ഈ ഒരു സ്ഥലം കുറച്ച് ചെരിവുള്ളതാണ്. ഓക്കെ, അതും കൂടി ആദ്യം തന്നെ പറയുന്നത്. ഇവിടെ വരുന്ന ടോട്ടൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ 18 ഏക്കർ 50 സെൻറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ റബ്ബർ മരം 2800 105 ഇനത്തിൽപ്പെട്ട റബ്ബർ മരമാണ് ഇവിടെ ഉള്ളത്. കൂടാതെ 600 റബ്ബർ മരം 414 ഇനത്തിൽപ്പെട്ടതും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 40ഓളം തെങ്ങുണ്ട്. ഇതാണ് വീടിൻ്റെ റോഡ്, ടാർ റോഡ്. പിന്നെ ഇവിടെ കുറച്ച് കവുങ്ങുണ്ട്. ഏകദേശം ഒരു 100ഓളം കവുങ്ങുണ്ട്. ഓക്കെ, അതായത് അടക്കമരം 100ഓളം ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ചെറിയൊരു RCC വീടുണ്ട്. ചെറുതല്ല, ഏകദേശം 1000-ൽ മേലെ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും കൂടിയുണ്ട്. അത് തേപ്പ് വർക്ക് കംപ്ലീറ്റ് അല്ല. അത് നമുക്ക് അവസാനം കാണിച്ചു തരാം. ഇതൊരു സൈലൻ്റ് ഏരിയ ആണ്. ഓക്കെ, അടുത്ത് വീട് ഉണ്ടെങ്കിലും ഇത് 18 ഏക്കർ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പുറത്താണ് ഈ വീടൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് സൈലൻ്റ് ഏരിയ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ വീട് നിൽക്കുന്ന സ്ഥലം ഒരു നടുവ് മധ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഏറ്റവും സൈലൻ്റ് ഏരിയ ആയിരിക്കും. അപ്പോൾ ഇതാണ് റബ്ബർ മരം. പിന്നെ ഇത് 2ാം വർഷമാണ്. ഓക്കെ, വെട്ടി തുടങ്ങിയിട്ട് 2ാം വർഷമാണ്. ഈ റബ്ബറിൻ്റെ പാലെടുക്കുന്ന 2ാം വർഷമാണ്. പിന്നെ അതുപോലെ തന്നെ കിണർ വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഓണർ ആവശ്യപ്പെടുന്ന നിസ്സാര വിലയാണ്. സെൻറ്റിന് വെറും 12,000 രൂപയാണ് സെൻറ്റിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. ചെറിയൊരു നീക്കുപോക്കിന് തയ്യാറാവും. ഓക്കെ, ഇങ്ങനെയാണ്. വീടിൻ്റെ സ്ഥലത്തേക്ക് കൂടി ഒന്ന് പോവാം. ഈ വീട്ടിലേക്ക് ഇറങ്ങുന്നത് പറഞ്ഞാൽ സ്റ്റെപ്പാണ്. ഓക്കെ, ഈ കാണുന്നത് സ്റ്റെപ്പാണ്. റോഡ് ഉണ്ടാക്കാം, നമ്മൾ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ റോഡ് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഇതൊരു കൈത്തോടാണ്. വെള്ളം പോണ ഒരു ചാല്. വീട് ഇതാണ് വീട്. ഇങ്ങനെയാണ് വീട് വരുന്നത്. ഉണ്ടല്ലോ, ഇത് നല്ലൊരു റബ്ബർ തോട്ടമാണ്.